ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഗിഫ്റ്റ് കാർഡ് മേക്കിംഗ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റാണ് ഈ ഒരു കാർഡിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഈ ഒരു അളവിൽ 2 പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത്യാവശ്യം A4 സൈസ് അല്ല, ഇച്ചിരി കട്ടിയുള്ളൊരു പേപ്പർ എടുക്കണേ. അതിനുശേഷം ആദ്യമത്തെ ആ ഒരു 1 സെൻറ്റിമീറ്റർ വെച്ച് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് അതും അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നല്ല കട്ടിയുള്ള ട്രാൻസ്പെറൻറ്റ് നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് വരണം. നമ്മൾ ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ദാ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്യണം. അതിന് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് പേപ്പർ ആണെങ്കിൽ പറ്റും. അതിന് ശേഷം ഏത് പടമാണോ നമുക്ക് വേണ്ടുന്നത്, ഒന്നെങ്കിൽ ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് വരയ്ക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് തന്നെ നമുക്ക് വെക്കാൻ പറ്റുമേ. അതിനുശേഷം ഇതിൻ്റെ താഴെ 2 സൈഡിലും ഒരെണ്ണം മുകളിലായിട്ടും ഒന്ന് താഴെയായിട്ടും നമുക്ക് ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം താഴെ ഉള്ളതിൽ നമ്മുടെ ആ ഒരു പടം വെക്കണം. മുകളിലുള്ള ഭാഗത്ത് ഇതേപോലെ ഒരു നീളത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വലിക്കുമ്പോൾ ഇതേപോലെ ടിങ് 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 എന്ന് പൊങ്ങി വരും. എനിക്കിഷ്ടപ്പെട്ട കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റായിട്ട് പറയണേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഒട്ടിച്ചിട്ട് ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതിനുശേഷം ഈ ഒരു സെൻറ്റിമീറ്ററിൽ അടുത്ത ഒരു പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, അതെടുത്ത് അതിൻ്റെ മുകളിലോട്ട് ഈ 1 സെൻറ്റിമീറ്ററിൽ ഫോൾഡ് ചെയ്ത് അത് രണ്ടും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കട്ടിയുള്ള പേപ്പർ ഇത് വെച്ച് എനിക്ക് ഒട്ടിയില്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമല്ലോ. നമ്മളെന്തോ ചെയ്യും, വെയിറ്റ് വെച്ചാൽ മതി. ഏതെങ്കിലും വലിയ കട്ടിയുള്ള ബുക്കോ വല്ലതും എടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് നൈസിലിങ്ങ് ഒട്ടിക്കഴിയും. അപ്പം നമുക്ക് ഈ സംഭവം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ ഈ ഒരളവിൽ അടുത്ത പേപ്പർ കട്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗിഫ്റ്റിൻ്റെ ആ ഒരു ബോക്സ് വരച്ചെടുക്കാനാണ്. അത് വരയ്ക്കുന്നു, കളർ ചെയ്യുന്നു, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുന്നു. ആ മുകളിലെ റിബണും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കാം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് പെട്ടിയുടെ അകത്തു നിന്നാണ് ഈ ഒരു സംഭവം, നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ഇറങ്ങി വരുന്നത്. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ തുള്ളിച്ചാടുന്നവൻ്റെ മുകളിലോട്ട് ആ ഒരു ബോക്സിൻ്റെ താഴത്തെ ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ചെവിയോട് കൂടി, അതായത് മുകളിൽ നമ്മൾ ഏത് പടമാണോ വെക്കുന്നത്, നമ്മുടെ പടമൊക്കെ നമുക്ക് വെക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ പടം വെച്ചാലും നല്ലതായിരിക്കും. ഇതേപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടപ്പൻ റെഡിയായി കഴിഞ്ഞു. ടൻ ടാൻ, പൊളിച്ചേ, കണ്ടേ എന്നാണ് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പറയണേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ഇത് നമുക്ക് ആ ഒരു ബാക്കിലത്തെ ആ ഒരു റോൾ ചെയ്ത പേപ്പറില്ലേ, അത് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നമുക്കൊരു പേപ്പറിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ പിന്നീട് ആ ഒരു പേപ്പർ നമുക്ക് എന്തെങ്കിലും കോഡ്സോ കാര്യങ്ങളോ ഒക്കെ എഴുതണമെങ്കിൽ നമ്മുടെ ആർക്കാണോ കൊടുക്കുന്നത് അവർക്ക് ആ ഒരു സംഭവം എഴുതി കൊടുക്കാം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഈ താഴെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചും കൂടെ നീളം കൂട്ടാൻ നോക്കണേ. ചാടി 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 വരുന്ന കണ്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഏതൊക്കെ ക്രാഫ്റ്റാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറയണേ. അതനുസരിച്ചാണ് എനിക്ക് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.